ഹേ ഓൾ, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പോൾ ഈ ഒരു സാരിയിലാണ് ഞാൻ റെഡി ആവാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുള്ളൊരു BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സാധനം തീർന്നിരിക്കുകയാണ്, സോ വടിച്ചെടുക്കുകയാണ് ഞാൻ. അത് നമുക്കൊന്ന് ഫേസിൽ ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് നന്നായിട്ടിട്ട് ഫുള്ളി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു ഐ ഷാഡോ കണ്ണിൻ്റെ മുകളിൽ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബ്രഷ് വെച്ച് വിടാം, കൈ വെച്ച് വിടാം, ഇഷ്ടം പോലെ. ഞാൻ ആദ്യം ബ്രഷ് വെച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കുവാണ്. അതുപോലെ രണ്ട് കണ്ണിലും ഇട്ട് എന്നിട്ട് നമുക്കിനിയിപ്പം ഒരു ബ്ലഷ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോറൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇതിന്. ആ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് ബ്ലഷായിട്ട് ഇട്ടു. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ആ ഡാർക്ക് സർക്കിൾസ് ഒന്ന് നമുക്ക് കൺസീലർ യൂസ് ചെയ്ത് കൺസീൽ ചെയ്യാം. പിന്നെ ഐബ്രോസ് അതും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് കോർണറിന് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. എന്നിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്യുവാണ് ഞാൻ. പിന്നെ നമുക്ക് കണ്ണിൻ്റെ മേളിലും ഈ ഒരു കാജൽ യൂസ് ചെയ്തിട്ട് തന്നെ എഴുതിയിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഒരു സ്മോക്കി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡാണ്. ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡാർക്കർ ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു വെർട്ടിക്കൽ പൊട്ട് വാങ്ങിച്ചായിരുന്നേ, അപ്പോൾ അത് തൊട്ട് കൊടുത്തു. എനിക്ക് ഇതിൻ്റെ കൂടെ മാച്ചായിട്ട് തോന്നിയില്ല. ഞാൻ പിന്നെ അന്നേരം അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതിട്ട് കൊടുത്തു. ഇത് ഫേസസ് കാനഡയുടെ കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് നല്ല ഡാർക്ക് ഷെയ്ഡാണ്. അതുകൊണ്ട് എപ്പോഴും ഞാനങ്ങ് യൂസ് ചെയ്യാറില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു നന്നായിട്ടൊക്കെ ഒരുങ്ങുമ്പോൾ മാത്രം ഇടാറുള്ളൂ. പിന്നെ ഞാൻ ആ പൊട്ടങ്ങ് മാറ്റിയിട്ട് ഈ ഒരു വട്ടപ്പൊട്ട്, കുഞ്ഞിപ്പൊട്ട് തന്നെ തൊട്ടു. എനിക്കത് തന്നെയാണ് എപ്പോഴും ചെയ്യുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.